ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസ്താവിച്ചതിനു തൊട്ടുപിന്നാലെ ഇറാനെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ തന്ത്രപ്രധാനമായ ആഗോള കപ്പൽപാതയുടെ സുരക്ഷാ ചുമതല ഇനി വാഷിംഗ്ടൺ നിർവഹിക്കുമെന്നും ഇതിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% തുക പ്രതിഫലമായി ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഏറ്റെടുക്കുമെന്നും അതിന്റെ ഔദ്യോഗിക സംരംഭകൻ ആകുമെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ദിവസങ്ങളായി കനത്ത സൈനിക ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടയിൽ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്ത ഈ പുതിയ പ്രസ്താവനകൾ വാഷിംഗ്ടണും ഇറാനും തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാന്റെ വിവിധ മേഖലകളിൽ അമേരിക്ക കടന്നുകയറി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയോടെയോ അല്ലാതെയോ അത് തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ ഇറാനിയൻ ഉപരോധം വീണ്ടും നടപ്പിലാക്കുകയാണ്. ഇറാന്റെ കപ്പലുകളെയോ അവരുടെ ഉപഭോക്താക്കളെയോ മാത്രമാണ് ഇത് തടയുന്നത് എന്നതുകൊണ്ടാണ് ഇതിന് ഈ പേരിട്ടത്. മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഈ കടലിടുക്ക് കൃത്യമായും സ്വതന്ത്രമായും ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ ഔദ്യോഗിക സംരക്ഷകനായി അമേരിക്ക മാറുമെന്ന് പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഈ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷാ ചെലവുകൾ വഹിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി മുതൽ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന്റെ കാവലാൾ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ നീതിപൂർവമായ കാര്യങ്ങൾ മുൻനിർത്തി ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ ഈ മേഖലയ്ക്ക് സുരക്ഷയും സംരക്ഷണവും നൽകുന്നതിനുള്ള ചെലവിലേക്ക് വേണ്ടി കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% എന്ന നിരക്കിൽ അമേരിക്കയ്ക്ക് പ്രതിഫലം നൽകേണ്ടി വരും എന്ന് പറഞ്ഞ ട്രംപ് ഇതിനായുള്ള നടപടികളും രൂപീകരണവും ഉടനടി ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ലോകത്തിലെ ആകെ എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ 1/5 കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടുങ്ങിയ പാതയിലെ ചെറിയൊരു തടസ്സം പോലും ആഗോള ഊർജ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഉടനടി ബാധിക്കുന്നതാണ്. ഫോക്സ് ന്യൂസിന് നൽകിയ ഫോൺ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിലൂടെയും ആവർത്തിച്ചത്. ഈ തന്ത്രപ്രധാന മേഖലയുടെ നിയന്ത്രണം അമേരിക്ക ഫലപ്രദമായി ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹം ആദ്യം നിർദ്ദേശിച്ചത്. ഞങ്ങൾ ഈ കടലിടുക്ക് കൈവശം വയ്ക്കുകയും ഒരുപക്ഷെ ഞങ്ങൾ തന്നെ ഇത് നിയന്ത്രിക്കുകയും ചെയ്യും. ഞങ്ങൾ അതിന്റെ സംരക്ഷകരായി മാറും. ഒരുപക്ഷെ അതിനെ കടലിടുക്കിന്റെ കാവൽ മാലാഖ എന്ന് വിളിച്ചേക്കാം. അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഗൾഫിൽ വീണ്ടും സൈനിക ഏറ്റുമുട്ടലുകൾ രൂക്ഷമാവുകയാണ്. ഇതിനെ തുടർന്ന് വാഷിംഗ്ടണും ടെഹ്റാനും പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ.